ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ അറസ്റ്റിലായ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനെയും ദേവസ്വം ബോർഡ് മുൻ അംഗം അജികുമാറിനെയും വിശദമായി ചോദ്യം ചെയ്യാനൊരുങ്ങി പ്രത്യേക അന്വേഷണ സംഘം. പ്രതികൾക്കായി SIT ഇന്ന് വിജിലൻസ് കോടതിയിൽ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും. ഇക്കഴിഞ്ഞ 23-നാണ് പ്രശാന്തിനെയും അജികുമാറിനെയും അറസ്റ്റ് ചെയ്തത്. കൂടുതൽ വിവരങ്ങളുമായി സുധീഷ് കുമാർ ചേരുകയാണ്. സുധീഷ്, PS പ്രശാന്തിനെയും അതുപോലെ തന്നെ ബോർഡ് അംഗം മുൻ ദേവസ്വം ബോർഡ് മുൻ അംഗം അജികുമാറിനെയും ചോദ്യം ചെയ്യേണ്ടതുണ്ട്. SITക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ അവരിൽ നിന്ന് അറിയേണ്ടതുണ്ട്. അതിനിപ്പോൾ എങ്ങനെയായിരിക്കും? പ്രത്യേക അന്വേഷണ സംഘം ഇവരെ കസ്റ്റഡിയിൽ വിടണമെന്ന് പറഞ്ഞ് അപേക്ഷ സമർപ്പിക്കാൻ പോവുകയല്ലേ? തീർച്ചയായും ഒരു ദിവസത്തെ കസ്റ്റഡി ആവശ്യപ്പെട്ടുകൊണ്ടാണ് SIT ഇന്ന് കൊല്ലം വിജിലൻസ് കോടതിയിൽ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുക. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തും മുൻ അംഗം അജികുമാറിനെയും കഴിഞ്ഞ 23-നാണ്, അതായത് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് പ്രത്യേക അന്വേഷണ സംഘം ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യുന്നത്. വിജിലൻസ് കോടതിയിൽ SIT കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുന്നതിന്റെ പ്രധാന ഉദ്ദേശം ഇരുവരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്ത് കൃത്യമായ ചില വിവരങ്ങളിലേക്ക് എത്തേണ്ട സാഹചര്യമുണ്ട് എന്ന ഒരു ആശയത്തിൽ തന്നെയാണ് അവരുള്ളത്. തിരുവനന്തപുരം സ്പെഷ്യൽ ജയിലിൽ റിമാൻഡിൽ കഴിയുന്ന പ്രതികളെ ഒരു ദിവസത്തെ കസ്റ്റഡി അപേക്ഷയ്ക്കാണ് ഇപ്പോൾ SIT അപേക്ഷ സമർപ്പിക്കുക. 2019-ലെ സ്വർണ്ണക്കവർച്ച മറച്ചുവെക്കാൻ 2025-ലെ ദേവസ്വം ബോർഡ് ഭരണസമിതി ശ്രമിച്ചു എന്നായിരുന്നു SITയുടെ കണ്ടെത്തൽ. ദ്വാരപാല ശില്പപാളികൾ ഹൈക്കോടതി നിയോഗിച്ച സ്പെഷ്യൽ കമ്മീഷണറെയോ ദേവസ്വം ബെഞ്ചിനെയോ അറിയിക്കാതെ വീണ്ടും സ്വർണം പൂശാൻ ചെന്നൈയിലേക്ക് കൊണ്ടുപോയെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ഇതോടെയാണ് ഇരുവരുടെയും അറസ്റ്റ് ഉണ്ടായത്. ഇതോടെ അന്വേഷണം 2025-ലെ ദേവസ്വം ബോർഡ് അന്വേഷണ ഭരണസമിതിയിലേക്കും SIT വ്യാപിച്ചിരുന്നു. പത്മകുമാർ ഉൾപ്പെടെ പ്രതികളായ 2019-ലെ ദ്വാരപാല ശില്പപാളി കേസിൽ PS പ്രശാന്തിനെയും അജികുമാറിനെയും പ്രതി ചേർത്തുകൊണ്ട് ഈ പ്രത്യേക അന്വേഷണ സംഘം ഈ കേസുമായി മുന്നോട്ട് പോകുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളിലേക്ക് കൂടിയാണ് ഇപ്പോൾ കടക്കുന്നത്. ഏതായാലും ഒരു ദിവസത്തെ കസ്റ്റഡി അപേക്ഷ ആവശ്യപ്പെട്ടുകൊണ്ടാണ് കൊല്ലം വിജിലൻസ് കോടതിയിൽ ഈ പ്രത്യേക അന്വേഷണ സംഘം ഇരുവർക്കായും ഇന്ന് കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുക.